വേണ്ടിയിട്ടാണ്, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷത്രിയന്മാർക്ക് സാധാരണക്കാരെക്കാൾ കൂടുതലൊരു ശക്തി കൊടുക്കും. ഓരോരുത്തർക്കും ഭഗവാൻ ഓരോന്ന് തരുന്നത് ഓരോ ആവശ്യത്തിനും. ക്ഷത്രിയന്മാർക്ക് വലിയൊരു ശക്തി കൂടുതൽ. കാരണം എന്താ? എല്ലാവരെയും രക്ഷിക്കലാണ് അവരുടെ ചുമതല. ഇതാണ് വേണ്ടത്. അതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിലല്ലാണ്ട് ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞു. അങ്ങനെ അവർ ഭൂമിക്ക് ഭാരമായിട്ട് തീർന്നു. അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ അമർച്ച ചെയ്യാനാണ് ഭഗവാന്റെ അത്ഭുതമായ അവതാരം. അതാണ് വർണ്ണിക്കുന്നത്. വർണ്ണിക്കണു 15-ാമത്തെ അധ്യായത്തിൽ അത് വർണ്ണിക്കും. ശ്രീശുക ഉവാച ഐളസ്യ ചോർവശീഗർഭാത് ഷഡാസന്നാത്മജാ നൃപ ആയുശ്രുതായുസ്സത്യായുഃ രയോധ വിജയോ ജയഃ ശ്രുതായോർവസുമാൻ പുത്രഃ സത്യായോശ്ച ശ്രുതഞ്ജയഃ രയസ്യ സുതേകശ്ച ജയസ്യ തനയോമിതഃ ഭീമസ്തു വിജയസ്യാഥ കാഞ്ചനോ ഹോത്രകസ്തദാ തസ്യ ജഹ്നുസ്തുതോ ഗംഗാം ഗണ്ഡൂഷീകൃത്യ യോ പിബത ജഹ്നോസ്തു പൂരുസ്തൽപുത്രോ ബലാകശ്ചാത്മജോ ജഗാഹ തതഃ കുശകുശസ്യാപി കുശാംബുസ്തനയോ വസുഃ കുശനാഭശ്ച ചത്വാരോ ഗാധിരാസീർ കുശാംബുജഃ തസ്യ സത്യവതീം കന്യാം ഋജീകോയാച തദ്വിജഃ വരം വിസദൃശം മത്വാ ഗാധി ഭാർഗവമബ്രവീത് ഏകദശ്യാമകർണാനാം ഹയാനാം ചന്ദ്രവർച്ചസാം സഹസ്രം ദീയതാം ശുൽക്കം കന്യായാഃ കുശികാവയം ഇത്യുക്തസ്തന്മദം ജ്ഞാത്വാ ഗതസ്സ വരുണാന്തികം ആനീയ ദത്വാ താനശ്വാൻ ഉഭയേമേ വരാനനാം സഹർഷി പ്രാർത്ഥിതപത്ന്യാ ശുശ്രാചാപത്യകാമ്യയാ ശ്രവയിത്വഭയൈർമന്ത്രൈശ്ചരും സ്നാതും ഗതോ മുനിഃ താവത് സത്യവതീ മാത്രാ സുചിരം യാചിതാ സതി ശ്രേഷ്ഠം മത്വാ ദയാച്ഛന്മാത്രേ മാതുരതിൽ സ്വയം തദ്വിജ്ഞായ മുനി പ്രാഹപത്നീം കഷ്ടമകാരിഷീഃ ഘോരോ ദണ്ഡധരപുത്രോ ഭ്രാതാ തേ ബ്രഹ്മവിത്തമാ പ്രസാദിതഃ സത്യവത്യാമൈവം ഭൂതിതി ഭാർഗവ അഥ തർഹി ഭവേത് പൗത്രോ ജമദഗ്നിസ്തതോ ഭവത് സാ ചാഭുൽസു മഹാപുണ്യ കൗശികീ ലോകപാവനീ രേണോസുതാം രേണുകാം വൈ ജമദഗ്നിരുവാഹയാം. പിന്നീട് ഗാധി എന്നൊരു രാജാവ് സത്യവതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുത്രി ഋഷീകൻ വിവാഹം കഴിക്കുന്നു. അതിൽ ജമദഗ്നി ഉണ്ടാവുന്നു. ജമദഗ്നി രേണുകയെ വിവാഹം കഴിക്കുന്നു. അതിലുണ്ടായ പുത്രന്മാരിൽ ഇളയ പുത്രനായിട്ടാണ് ഭഗവാന്റെ ഒരു അംശാവതാരം. ദത്താത്രേയ മഹർഷിയാണ് പരശുരാമനായിട്ട് വന്നതെന്നാണ്. ദത്താത്രേയ മഹർഷി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമാണ്. അത്രി അനസൂയമാരുടെ പുത്രനായിട്ട് വിഷ്ണു അവതരിച്ചാണ് ദത്താത്രേയൻ. ആ ദത്താത്രേയ മഹർഷിയുടെ ഒരവതാരം തന്നെയാണ്. കാർത്തവീര്യാർജുനാദികളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ്. ആ ഭഗവാന്റെ അവതാരമാണ്. തസ്യാം വൈ ഭാർഗവർഷേഃ സുതാ വസുമദാദയ യവീയാഞ്ജജ്ഞേതേഷാം രാമ ഇത്യഭിവിശ്രുതഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാമ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യമാഹുർവാസുദേവാംശം ഹൈഹയാനാങ്കുലാന്തകം ത്രിസപ്തകൃത്തോയൈമാം ചക്രേ നിക്ഷത്രിയാം മഹീം ദുഷ്ടം ക്ഷത്രം ഭോഭാരം അബ്രഹ്മണ്യം അനീനശത് രജസ്തമോവൃതമഹൻ ഫൽഗുന്യപികൃതംബസി രാജോവാച കിന്തദംഭോ ഭഗവതോ രാജന്യൈഃ അജിതാത്മഭി കൃതയ്യേന കുലം നഷ്ടം ക്ഷത്രിയാണാമഭീക്ഷ്ണശാ. ശ്രീശുക ഉവാച
ഹൈഹയാനാമധിപതിരർജുന ക്ഷത്രിയഋഷഭ ദത്തം നാരായണസ്യാംശമാരാധ്യ പരികർമ്മഭി ബാഹൂൻ ദശശതോ ലേഭേ ദുർധർഷത്വമരാദിഷോ അവ്യാഹതേന്ദ്രിയൗജശ്രീ തേജോ വീര്യേശോബലം യോഗേശ്വരത്വമൈശ്വര്യം ഗുണായത്രാണിമാദയ ചചാരാവ്യാഹതഗതിർലോകേഷു പവനോ യഥാ സ്ത്രീരത്നൈരാവൃത ക്രീഡൻ ദേവാംഭസി മദോൽക്കട വൈജയന്തിം സൃജം ബിഭ്രദ്രോധസരിതം ഭുജൈ വിപ്ലാവിതം സുശിബിരം പ്രതിസ്രാതസരിജ്ജലൈഃ നാമൃഷ്യത്തസ്യ തദ്വീര്യം വീരമാനീദശാനന ഗൃഹീതോ ലീലയാ സ്ത്രീണാം സമക്ഷം കൃതകിൽപിഷാം മാഹിഷ്മത്യം സന്നിരുദ്ധോ മുക്തോ യേന കപിര്യഥാ സ ഏകദാ തു മൃഗയാം വിചരൻ വിവിനേ വനേ യദൃച്ഛയാശ്രമപദം ജമദഗ്നേരുപാവിശത് തസ്മൈ സ നരദേവായ മുനിരർഹണമാഹരതം സസൈന്യാമാത്യവാഹായ ഹവിഷ്മത്യാതബോധനം സ വീരസ്തത്ര ദൃഷ്ട്വാത്മൈശ്വര്യാതിശായനം തന്നാദ്രിയതാഗ്നിഹോത്ര്യാം സാഭിലാഷസ്സഹൈഹയാം ഹവിർധാനീമൃഷേർദർപ്പാന്നരാൻ ഹർത്തുമചോദയത് തേജാം മാഹിഷ്മതിന്നിന്യുസ്സവത്സാം ക്രന്ദതീം ബലാത് അധരാജനി നിർയാതേ രാമ ആശ്രമ ആഗതഃ ശ്രുത്വാ തത്തസ്യ ദൗരാത്മ്യം ചുക്രോധാഹിരിവാഹതാം ഘോരമാദായ പരശും സതൂണം ചർമ്മകാർമുകം അന്വധാവതദുർധർഷോ മൃഗേന്ദ്രവയൂഥപം ഥമാപതന്തം ഭൃഗുവര്യമോജസാ ധനുർധരം ബാണപരശ്വധായുധം ഐണേയശർമാംബരമർക്കധാമഭിര്യുതോ ജടാഭിർദൃശേ പുരീം വിശൻ അചോദയത് ഹസ്തിരഥാശ്വപത്തിഭിः ഗദാസി ബാണഷ്ടി ശതഘ്നിശക്തിഭിः അക്ഷൗഹിണീः സപ്തദശാതിഭീഷണാः താരാമ ഏകോ ഭഗവാൻ അസൂദയർ യതോ യതോസൗ പ്രഹരൽപരശ്വതോ മനോലിലൗജാഹം പരചക്രസൂദനഃ തതസ്തച്ഛിന്നഭുജോരുഗന്ധരാः നിപേതുരുർവ്യാം ഹതസൂതവാഹനാം ദൃഷ്ട്വാ സ്വസൈന്യം രുധിരൗഘകർദ്ദമേ രണാജിരെ രാമകുഠാരസായകൈः വിവൃക്ഷചർമ്മധ്വജചാവ വിഗ്രഹം നിപാതിതം ഹൈഹയ ആപതദ്രുഷാ അഥാർജുന പഞ്ചശതേഷു ബാഹുഭിः ധനുഷു ബാണാൻ യുഗപത്സസന്ദധേ രാമായ രാമോസ്ത്രഭൃതാം സമഗ്രണീः താന്യേകധന്വേഷു വിരാച്ഛിനത്സമം പുനഃസ്വഹസ്തൈः അചലാൻ മൃഥേഘ്രിപാനുൽക്ഷിപ്യ വേഗാദഭിധാവതോ ഭൃശം യുധി ഭുജാൻ കുഠാരേണ കഠോരനേമിനാ ചിച്ഛേദരാമ പ്രസഭന്തു അഹേരിവ കൃത്തബാഹോ ശിരസ്തസ്യ ഗിരേ ശൃംഗമിവാഹരത് ഹതേപി തിരിതൽപുത്ര അയുധം ദുദ്രോർഭയാത് അഗ്നിഹോത്രീമുപാവർത്യ സവത്സാംബരവീരഃ സമുപേത്യാശ്രമം പിത്രേ പരിക്ലിഷ്ടാം സമർപ്പയത് സ്വകർമ്മതർക്കൃതം രാമപിത്രേ ഭ്രാതൃഭ്യേവ ച വർണ്ണയാമാസ ശ്രുത്വാ ജമദഗ്നിരഭാഷത രാമ രാമ മഹാബാഹോ ഭവാൻ പാപമകാർഷീത് അവധീന്നരദേവം യത് സർവദേവമയം വൃഥാ വയം ഹി ബ്രാഹ്മണാസ്താദക്ഷമയാ ഹരിഹണതാം ഗതാഹം യയാ ലോകഗുരുർദേവഃ പാരമേഷ്ഠ്യമകാൽപദം ക്ഷമയാ രോചത്തെ ലക്ഷ്മീർബ്രാഹ്മീ സൗരീ യഥാ പ്രഭ ക്ഷമിണാമാശു ഭഗവാൻ സ്തുഷ്യത്തെ ഹരിരീശ്വര രാജ്ഞോ മൂർധാഭിഷിക്തസ്യ വധോ ബ്രഹ്മവധാത് ഗുരുഃ തീർത്ഥസംസേവയാ ചാംഭോ ജഹ്യംഗാച്യുതചേതന ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമസ്യം വിദായാം നവമസ്കന്ധേ പഞ്ചദശോധ്യായഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ദത്താത്രേയ മഹർഷി വിഷ്ണുവിൻ്റെ തന്നെ ഒരംശാവതാരം. സാധാരണ ആൾക്കാർ പലരും ശിഷ്യന്മാരെ ധാരാളം സ്വീകരിക്കും. ഇദ്ദേഹം വിചാരിച്ചു ശിഷ്യന്മാരൊന്നും വേണ്ട, ശിഷ്യന്മാരുണ്ടായാൽ അവർ വേണ്ടത്ര പാകതയില്ലാത്തവരാണെങ്കിൽ അവർ ചെയ്യുന്ന പാപം ഗുരുവിന് വന്നു ചേരുന്ന ശിഷ്യപാപം ഗുരുർ ഭുങ്ക്തേ എന്നാണല്ലോ.
അതുകൊണ്ട് ശിഷ്യന്മാരെ വേണ്ടാന്ന് വിചാരിച്ച് സഞ്ചരിക്കണം. അപ്പോഴാണ് കാർത്തവീര്യാർജുനൻ ഇത് കാണുന്നു. ഇദ്ദേഹം വലിയ ആളാണെന്നറിഞ്ഞ് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാദത്തിൽ നമസ്കരിച്ച് അത്രയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഒരാളല്ലേ സാരില്ല എന്ന് വിചാരിച്ചു, സ്വീകരിച്ചു. അങ്ങനെ ശിഷ്യനായപ്പോൾ, വത്സല ശിഷ്യനായപ്പോൾ ചോദിച്ച് മുഴുവൻ കൊടുക്കുക. അവസാനം 1000 കൈകൾ വേണമെന്ന് പറഞ്ഞു. ശരി, അതും കൊടുത്തു. അവിടുന്ന് മാത്രമേ എന്നെ കൊല്ലാൻ പാടുള്ളൂ, ഗുരുനാഥൻ മാത്രം. അപ്പോൾ ഇത്ര ഇഷ്ടമായിട്ടുള്ള ഗുരുവാകുമ്പോൾ കൊല്ലുകയില്ലല്ലോ. ഇപ്പോൾ എന്തും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സർവ്വ അതിക്രമങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പോഴാ ഭഗവാന് തന്നെ അവതരിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ജമദഗ്നി പുത്രനായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ച് പരമശിവൻ്റെ അടുക്കെ വിദ്യാഭ്യാസത്തിനായിട്ട് പോന്നു. ഈ സന്ദർഭത്തിൽ കാർത്തവീര്യാർജുനൻ വലിയ സൈന്യങ്ങളായിട്ട് വന്ന് ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്നപ്പോൾ വന്നവരെ മുഴുവൻ അദ്ദേഹം സ്വീകരിച്ചു. ഞങ്ങളെ എങ്ങനെ എത്ര ആൾക്കാരെ ഒന്നിച്ച് സ്വീകരിക്കാൻ കഴിഞ്ഞ്? വലിയ ഞങ്ങളുടെ കൊട്ടാരത്തിൽ പോലും ഇത്ര ആളുകൾ ഒന്നിച്ച് വന്നാൽ പെട്ടെന്ന് പറ്റില്ല. അങ്ങ് ഈ കുടിലിൽ താമസിക്കുന്ന ആളെ ഈ കാട്ടിൽ ഞങ്ങൾക്കെല്ലാം ഇത്രയും സൽക്കാരം എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. ദേവന്മാർ തന്ന ഒരു പശുവുണ്ട്, കാമധേനു, അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ബലാത്കാരനെ പിടിച്ചു കൊണ്ടുപോകാം, അരുതരുതെന്നൊക്കെ പറഞ്ഞ് നോക്കി. അങ്ങനെ വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പരശുരാമൻ്റെ വരവ്. എന്താ അച്ഛാ വിഷമിച്ചിരിക്കുന്നത്? നല്ല പുത്രന്മാരുണ്ടെങ്കിൽ അച്ഛൻ വിഷമിക്കാൻ പാടില്ല, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടായ സംഭവം പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കേണ്ട ആളാണ് രാജാവ്. അപ്പോൾ ആൾ തന്നെ ചെയ്താലോ? എന്നാൽ കൊണ്ടുവരാം ഞാൻ എന്ന് പറഞ്ഞ് ചെന്ന് ഭയങ്കര യുദ്ധം വേണ്ടി വന്നു. നിഗ്രഹിച്ച് കാർത്തവീര്യാർജുനെ നിഗ്രഹിച്ച ആ പശുവിനെ കൊണ്ടുവന്നു. ജമദഗ്നി ഇതറിഞ്ഞപ്പോൾ വല്ലാതെ വിഷമായി. രാമാ ചെയ്ത് ശരിയായില്ല. ക്ഷമ കൊണ്ടാണ് നമുക്കെല്ലാ നന്മകളും വരണത്. അതുകൊണ്ടാണ് ക്ഷമയില്ലാതെ പ്രവർത്തിച്ചില്ലേ. ഏതായാലും വരേണ്ടത് വന്നു കഴിഞ്ഞു. ഒരു തീർത്ഥയാത്ര നടത്തൂ, തീർത്ഥസ്നാനം കൊണ്ട് ശുദ്ധി വരും. തീർത്ഥസ്നാനാത് ശുദ്ധി ദീവൈ എന്നാണ്. അതിന് പുറപ്പെട്ടു. അപ്പോഴാണ് ആ സമയം നോക്കിക്കൊണ്ടാണ് കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാർ വന്ന് ജമദഗ്നിയെ നിഗ്രഹിക്കണു. ആ സമയത്ത് രാമാ എന്ന് വിളിച്ച് രേണുകാദേവി കരയാ. ഞാൻ അനാഥയായാലോ രാമനുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വിഷമം വരില്ലായിരുന്നു എന്നും പറഞ്ഞു. ആ ഭയങ്കരമായിട്ടുള്ള ആ കരച്ചിൽ കേട്ടുകൊണ്ടാണ് തിരിച്ചുവരവ്. ഇനി ഇവരെയൊക്കെ ശാസിക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ട് ദുഷ്ടന്മാരാരുണ്ടോ അവരെല്ലാം നിഗ്രഹിച്ചു എന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ് അനേകം പിന്നെ യാഗങ്ങളൊക്കെ ചെയ്ത് അനേകം ക്ഷേത്രങ്ങളൊക്കെ പണിത് ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാക്കി യാഗങ്ങൾ ചെയ്ത് എല്ലാവർക്കും ദാനം ചെയ്ത്, ഭൂമി മുഴുവൻ ദാനം ചെയ്ത് തപസ്സിനായിട്ട് പോവുകയും ചെയ്തു. ഇങ്ങനെ ഓരോ അവതാരങ്ങൾ ഓരോ അത്ഭുത രീതിയിൽ ഇങ്ങനെ പല അവതാരങ്ങളെല്ലാം കഴിഞ്ഞ് അത്യത്ഭുതമായ അവതാരം കൃഷ്ണാവതാരത്തിൻ്റെ അവിടെ എത്താൻ വേണ്ടി പലതും കേട്ട് പാകത വരുമ്പോഴല്ലേ കൂടുതൽ കേൾക്കാൻ തോന്നുക. കൃഷ്ണാവതാരം കേൾക്കാനായിട്ട് ആ ഭാഗങ്ങളൊക്കെ വർണ്ണിക്കാൻ പോവുക. ആ വംശം അങ്ങനെ വർണ്ണിച്ചു വരുമ്പോഴാണ് ഇനി ആ യയാതിയുടെയൊക്കെ വർണ്ണിച്ചു വരും. അപ്പോഴാണ് അദ്ദേഹത്തിന് 2 പത്നിമാർ, ശർമ്മിഷ്ഠ ദേവയാനി, ദൃഹ്യു അനുപൂരു, യദു ദുർവസു. അവരുടെ വംശം വർണ്ണിക്കുമ്പോഴാണ് യദുവംശം വർണ്ണിച്ച് ഭഗവാന്റെ അത്യത്ഭുത അവതാരമൊക്കെ. ആ ഭാഗങ്ങളാണ് ഇനി പാരായണം ചെയ്യാനുള്ളത്. ഒരു 15 മിനിറ്റിന് ശേഷം പാരായണം ചെയ്യുമ്പോൾ നമുക്കതെല്ലാം കേൾക്കാം. കൃഷ്ണാവതാരമൊക്കെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ന കാമയേഹം ഗതിമീശ്വരാത് പരാം അഷ്ടർദ്ധിയുക്താം അപുനർഭവം വാം ആർത്തിം പ്രപദ്യേ അഖിലദേഹഭാജാം അന്തസ്ഥിതോ യേന ഭവന്ത്യദുഃഖാഃ. ക്ഷുത്രുശ്രമോ ഗാത്രപരിശ്രമശ്ച ദൈന്യം ക്ലമഃ ശോകവിഷാദമോഹാഃ സർവേ നിവൃത്താഃ കൃപണസ്യ ജന്തോഃ ജിജീവിഷോഃ ജീവജലാർപ്പണാന്മേ. ഒരാളുടെ ദുഃഖം തീർത്തപ്പോഴേക്കും തന്നെ എനിക്ക് സന്തോഷം ഇത്രയുണ്ടെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖം തീർത്താൽ എത്രയുണ്ടാവും സന്തോഷം. എനിക്കത് മാത്രം മതി ഭഗവാനെ, മറ്റൊന്നും വേണ്ടാന്ന്.
അപ്പോഴേക്കും ഭഗവാൻ ദിവ്യരൂപം കാണിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു എന്നാണ്. ഇതിപ്പോൾ ഒരാളുടെ ചരിത്രം. ഇതുപോലെ ആർന്നോ പരീക്ഷിത്തെ ഈ വംശത്തിൽ എത്രയോ ആളുകൾ അങ്ങയുടെ പൂർവികന്മാരുടെ കഥ പറയാമെന്ന് പറഞ്ഞ് പാണ്ഡവന്മാരുടെ ഉൽപ്പത്തിയൊക്കെ പറഞ്ഞ് ഭീഷ്മദ്രോണാദികളുടെ കഥകളൊക്കെ ഒന്ന് അനുസ്മരിച്ച് അങ്ങയ്ക്ക് ഓർമ്മയില്ലേ, അങ്ങേ ഏൽപ്പിച്ചു തന്നല്ലേ, രാജ്യം ഏൽപ്പിച്ചല്ലേ അങ്ങയുടെ പൂർവികന്മാരൊക്കെ മഹാപ്രസ്ഥാനമായിട്ട് പോയത് എന്നെല്ലാം കൂടി അനുസ്മരിച്ചു. അത് കഴിഞ്ഞാണ് ആ വംശം വർണ്ണിച്ചു വരുമ്പോൾ യദുവംശത്തിൻ്റെ മഹത്വം വർണ്ണിക്കാം. എന്തിനാ ഇത്രയൊക്കെ വർണ്ണിക്കണമെന്നാണെങ്കിൽ, എന്തിനാ യദുവംശം ഇങ്ങനെ വർണ്ണിക്കണമെന്നാണെങ്കിൽ ഭഗവാൻ അവതരിച്ചതോടുകൂടി ആ വംശത്തിനാകെ പുണ്യം കിട്ടിയെന്നാണ്. യയാതേർ ജ്യേഷ്ഠപുത്രസ്യ യദോർവംശം നരഋഷഭ വർണ്ണയാമി മഹാപുണ്യം സർവപാപഹരം നൃണാം യദോർവംശം നരശ്രുത്വാ സർവപാപൈഃ പ്രമുച്യത്തെ യത്ര അവതീർണോ ഭഗവാൻ പരമാത്മാ നരാകൃതി. ഭഗവാൻ ആ വംശത്തിൽ അവതരിച്ച്, അതുകൊണ്ട് അതിനാകെ ശുദ്ധി വന്നു. ഏത് രാജാവിൻ്റെ ചരിത്രം കേട്ടാലും നമുക്കൊരു ശുദ്ധി വരും, ഭഗവത് സ്മരണ വരും. അതാ ഓരോരുത്തരുടെ കഥ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ശക്തിയെല്ലാം കിട്ടിയത് എന്ന് നോക്കുമ്പോൾ ആ ശക്തി കിട്ടിയത് ഭഗവാനിൽ നിന്നാണെന്ന് മനസ്സിലാവും. ചന്ദ്രന് എങ്ങനെയാണ് പ്രകാശം എന്ന് നോക്കുമ്പോൾ സൂര്യനിൽ നിന്ന് കിട്ടിയതാണെന്ന് മനസ്സിലാവും. സൂര്യന് എവിടെ പ്രകാശം എങ്ങനെ കിട്ടിയെന്ന് നോക്കുമ്പോൾ ഭഗവാൻ കൊടുത്തതാണെന്ന് മനസ്സിലാവും. തമേവ ഭാന്തം അനുഭാതി സർവം എന്ന് പറയാൻ അതാ കാരണം. അതുകൊണ്ടാണ് രാജാക്കന്മാർ ചരിത്രം പറയുമ്പോൾ സൂര്യവംശം എന്ന് കേൾക്കുമ്പോഴേക്കും ശ്രീരാമനെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? ആകാശം എന്ന് ചിന്തിക്കുമ്പോഴേക്കും നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ ഒക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ യദുവംശം എന്ന് കേൾക്കുമ്പോഴേക്കും യദുവംശനാഥനായിട്ടുള്ള സാക്ഷ ഭഗവാനെ ഓർമ്മ വരാതിരിക്കുമോ? അതിനു വേണ്ടിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ. ചിലർക്ക് ഭഗവാന്റെ കഥ നേരിട്ട് കേൾക്കണമെന്നാവില്ല ആഗ്രഹം. ബാക്കി രാജാക്കന്മാരുടെ വീര്യശൗര്യ പരാക്രമങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹം വരും. എന്നാൽ അത് കേട്ടേക്കാമെന്നാണ്. അത് പറഞ്ഞേക്കാം. അത് കേട്ടാലും അവസാനം ചെന്നെത്തുന്നത് ഭഗവാനില്ല. ഏത് നദിയുടെ പിന്നാലെ പോയാലും എത്തിച്ചേരുന്നത് സമുദ്രത്തിലാണ്. നദീമുഖേനൈവ സമുദ്രമാവിശത് എന്നാണ്. അതുപോലെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ രാജാക്കന്മാരുടെ കഥ പറയുന്നത് എന്ന് പറഞ്ഞ് അത് വർണ്ണിച്ചു. അവസാനം പിന്നെ ആ 24-ാമത്തെ അധ്യായം, അവിടെയാണ് കൃഷ്ണകഥകളെല്ലാം കൂടി സംഗ്രഹിക്കുകയാണ്. ആ വസുദേവരുടെ ഒക്കെ ഉൽപ്പത്തി പറഞ്ഞ് ആ ശൂരൻ മാരിഷ ദമ്പതിമാർക്ക് വസുദേവർ മുതലായിട്ടുള്ള പുത്രന്മാർ. അതിൽ വസുദേവർ ജനിച്ചപ്പോൾ വിശേഷമുണ്ടായി. ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു, ദിവ്യവാദ്യങ്ങൾ മുഴക്കി, ആനകം, ദുന്ദുഭി മുതലായിട്ടുള്ള വാദ്യങ്ങൾ. അപ്പോൾ വസുദേവർക്ക് ആനകദുന്ദുഭി എന്ന് പേര് വന്നേന്നാണ്. ഓരോ വാദ്യങ്ങളാണ് ദേവന്മാരുടെ ആനകദുന്ദുഭികൾ. എന്തിനാ അവരങ്ങനെ ചെയ്തതെന്നാണെങ്കിൽ ഭാവിയിൽ ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് സാക്ഷാ ഭഗവാൻ ഇത് അവതരിക്കാൻ പോകണമെന്ന് ദേവന്മാരെ കണ്ടറിഞ്ഞ് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അവർ പുഷ്പവൃഷ്ടി ചെയ്ത് വാദ്യങ്ങൾ മുഴക്കിയെന്ന്. ഇങ്ങനെയൊക്കെ ആ വംശം വർണ്ണിച്ചു വരുമ്പോൾ ഭഗവാൻ വസുദേവർക്ക് ദേവകി, രോഹിണി മുതലായിട്ടുള്ള പത്നിമാർ, അതിൽ ഭഗവാൻ തന്നെ അവതരിച്ചു ദേവകി പുത്രനായിട്ട്. ബലരാമൻ ആദ്യം ദേവകി ഗർഭത്തിൽ പ്രവേശിച്ച് രോഹിണി പുത്രനായിട്ട് അവതരിച്ചു. ഭഗവാൻ തന്നെ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു. എന്തിനാ ഭഗവാന്റെ അവതാരം? കലൗ ജനിഷ്യമാനാനാം. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിന് വേണ്ടി മാത്രമല്ല, അന്നുള്ള ദുഷ്ടസംഹാരം, ശിഷ്ടപരിപാലനം മാത്രമല്ല ഭഗവാന്റെ ഉദ്ദേശം. അതിനേക്കാൾ വലിയ ഉദ്ദേശം ഇപ്പോൾ ഈ കലികാലത്ത് ഉള്ള ആളുകൾക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. എന്തെല്ലാം കലിമാലിന്യങ്ങൾ മനസ്സിന് വിഷമമുണ്ടെങ്കിലും ഭഗവത് സ്മൃതി ചെയ്താൽ എല്ലാവരുടെ ദുഃഖം ഇല്ലാതാവണം. വരാൻ പോകുന്ന ദ്വാപരയുഗത്തിൻ്റെ അവസാനം അത്ര തന്നെ ഇല്ല. കുറച്ചൊക്കെ ആളുകൾക്ക് ആധ്യാത്മിക വിഷയങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, ആധ്യാത്മികമായിട്ടുള്ള കാര്യം. കലിയുഗമാകുമ്പോൾ തീരെ പറ്റാത്ത, കഠിന സാധനകൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അന്നുള്ള ആളുകളെ ഉദ്ദേശിച്ച, അപ്പോൾ ഇപ്പോഴുള്ള ആളുകളെ ഇപ്പോൾ നമ്മളെ ഉദ്ദേശിച്ചാണ് കൃഷ്ണാവതാരം എന്ന് താല്പര്യം. അതാണ് കലൗ ജനിഷ്യമാനാനം. ഭഗവാൻ ചിന്തിച്ചു, വരാൻ പോകുന്ന യുഗം അതിഭയങ്കരമാണ്, ദാരുണമാണ്. സാധനകളൊന്നും ആൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് അവർ തന്നെ ഓർക്കണം. ഒരാളെ എങ്ങനെ ഓർക്കുക? ആ ഉള്ള പ്രവൃത്തികളിൽ നിന്നാണ് ഒരാളെ ഓർക്കുക.
അപ്പോൾ അത്ഭുതമായിട്ടുള്ള ലീലകളിൽ കൂടെ ഒരിക്കലും മറക്കാത്ത ആ കീർത്തി ലോകത്തിൽ നിറയ്ക്കാം. അത് കേട്ട് 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 തന്നിലെത്തിച്ചേരാൻ പറ്റും, തന്നെ അവർക്ക് ഓർക്കാൻ പറ്റും. മറക്കാൻ വയ്യാത്ത അത്ഭുത ചരിത്രങ്ങൾ സൃഷ്ടിക്കാം. അങ്ങനെയുള്ള ലീലകളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വിശേഷ അവതാരം. ദ്വാപരയുഗത്തിൻ്റെ അവസാനം കൃഷ്ണൻ എന്നാണോ തൻ്റെ രൂപം മറച്ച് അന്നാണ് കലിയുഗത്തിൻ്റെ ആരംഭം. ഭഗവാൻ അതാണ് കലോ ജനിഷ്യമാനാനാം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യതനോദ്യശഃ. 24-ാമത്തെ അധ്യായത്തിൽ അവസാനം പറയാം അതൊക്കെ. 61-ാമത്തെ ശ്ലോകത്തിലൊക്കെ യസ്മിൻ സൽക്കർണ പീയൂഷേ യശസ്തീർത്ഥവരേ സഹൃദ ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ കർമ്മവാസനാം. ഭഗവാന്റെ അത്ഭുതമായ കീർത്തിയാകുന്ന ആ സരസിലിറങ്ങുക ജലാശയത്തിൽ, എന്നിട്ടത് കാതുകൊണ്ട് പാനം ചെയ്യാമെന്ന. കാതുകൊണ്ട്, അതായത് ഭഗവത് കഥകൾ ധാരാളമായിട്ട് കേൾക്കാം. സജ്ജനങ്ങൾ ഭഗവാന്റെ ചുരുക്കത്തിലുള്ള അത്ഭുത ലീലകൾ കവികളത് വർണ്ണിച്ച് 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 യഥാ ഹരൗ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യ വർണ്ണയാം. ഇതാണ് ബ്രഹ്മാവൊക്കെ നാരദ മഹർഷിക്ക് ഉപദേശിച്ചത്. എല്ലാവരും അതാ പറഞ്ഞു കൊടുക്കുക. എങ്ങനെ കേട്ടാലാണ് കേട്ട് കഴിയുമ്പോൾ ഭഗവാനിൻ്റെ മനസ്സെത്തണം, അതുപോലെ വർണ്ണിക്കാനാണ്. പരീക്ഷിത്ത് ഇതാ പറഞ്ഞ് കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനഃ ത്യക്ഷ്യേ കളേബരം കഥയസ്വ മഹാഭാഗ യഥാഹമഖിലാത്മനി കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനഃ ത്യക്ഷ്യേ കളേബരം. പരീക്ഷിത്ത് ആദ്യം ശ്രീ ശിവപരമേശ്വരർക്ക് പ്രാർത്ഥിച്ചതാ, ഭഗവത് കഥകൾ പറഞ്ഞു തരൂ. അത് കേട്ട് കേട്ട് ഭഗവാനിൽ ലയിക്കാറാവണം. ആ തരത്തിൽ പറഞ്ഞു തരുമെന്നാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പറഞ്ഞു കൊടുത്താലാവും മനസ്സിലാവുക. ശ്രീ ശിവപരമർഷി ആ ശിഷ്യൻ്റെ സ്വഭാവം നോക്കിക്കൊണ്ട് ആ രീതിയിലാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ വർണ്ണിക്കണോ ഭഗവാന്റെ ശ്രോത്രാഞ്ജലി. കാതുകളാകുന്ന കുമ്പിളുകളെ കൊണ്ട് മുക്കി കുടിക്കൂ. ആ ഭഗവാന്റെ ആ കഥയാകുന്ന വലിയ സരസ്സിലെ പുണ്യ സരസ്സിലിറങ്ങി ദാഹിക്കുന്നവരെ വെള്ളം മുക്കി കുടിക്കുന്ന പോലെ ഇത് കാതുകൊണ്ട് പാനം ചെയ്യൂ എന്ന് പറയും. അതായത് അത്രയും രസമായിട്ട് കേൾക്കൂ ഭഗവത് കഥകൾ എന്ന് പറഞ്ഞാണ്. എത്രയും സുന്ദരമാർന്നു ഈ അത്ഭുത ലീലകളാടിയെ. ആ നടൻ എങ്ങനെയുള്ള ആളാർന്നു? യസ്യാനനം മകരകുണ്ടലചാരുകർണഭ്രാജൽക്കപോല സുഭഗം സവിലാസഹാസം നിത്യോത്സവന്ന തതൃഭുഃ ദൃശിഭിഃ പിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാഃ കുപിതാ നിമേശ്ച. ഭഗവാന്റെ ആ സുന്ദര രൂപം കണ്ടിട്ട് 125 വർഷം കഴിഞ്ഞിട്ടും ആർക്കും മതിയായില്ല. അത് സ്ത്രീകൾക്കോ പുരുഷൻ എന്നൊന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആ രൂപം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തയില്ല, അത് മാത്രം. ഇത്ര സുന്ദരമായിട്ടുള്ള രൂപത്തിൽ വന്നു. എന്തിനാത്? ഒരു വിശേഷ അഭിനയത്തിന് വേണ്ടിയിട്ടാണ്. നടൻ്റെ പ്രാധാന്യം അനുസരിച്ചാണല്ലോ വേഷം കിട്ടുക. അങ്ങനെയുള്ള നിരോധം എന്നുള്ള വളരെ നേരം അഭിനയിക്കേണ്ടതുണ്ട്. ചില കഥാപാത്രങ്ങൾക്ക് രംഗത്ത് വന്നാൽ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ചിലർക്ക് അങ്ങനെയല്ല, എത്രയോ നേരം ആദ്യ അവസാനം വേണ്ടി വരും. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ അധികം നേരം നീണ്ടു നിൽക്കുന്ന 125 വർഷത്തെ അത്ഭുത ലീലയാണ്. നരസിംഹ അവതാരത്തിലോ മറ്റവതാരങ്ങളിലൊന്നും അത്രയും നേരമില്ല. ഇത് 125 വർഷം നീണ്ടു നിൽക്കുന്ന അത്ഭുത ലീലകൾ. അതന്നെ സാധാരണ ലീലയല്ല, നിരോധം എന്നുള്ള ലീല. നിരോധം എന്ന് പറഞ്ഞാൽ ഒരു നടൻ്റെ കഴിവനുസരിച്ചാണ്. വന്നിരിക്കുന്ന ആളുകളുടെ മനസ്സിനെ മുഴുവൻ തന്നിലേക്ക് ആക്കണമെങ്കിൽ ഒരു നടന് നല്ല കഴിവുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പലക്കിലേക്കും പോകും. നടന് നല്ല കഴിവുണ്ടെങ്കിൽ വേറെ ആരും മനസ്സ് എങ്ങും പോയില്ല, എല്ലാം തന്നിലേക്ക് വരും. ഭഗവാൻ വിചാരിച്ചു ലോകത്തിൻ്റെ മുഴുവൻ സർവ്വ ജീവജാലങ്ങളുടെ മനസ്സ് തന്നിലേക്കാവണം. അതാണ് നിരോധം എന്നുള്ള ലീല. ഭഗവാന്റെ പല ലീലകളിലൊന്ന് നിരോധം. നിരോധം വർണ്ണിക്കലാണ് ഈ ദശമസ്കന്ധം. ആ കഥയുടെ പ്രാധാന്യം വെച്ചുകൊണ്ട് അതേവരെയുള്ള സ്കന്ധങ്ങളിലൊക്കെ കുറച്ച് അധ്യായങ്ങൾ, ശ്ലോകങ്ങൾ. ഒരു 810 ശ്ലോകം ഒന്നാം സ്കന്ധത്തിൽ, 391 ശ്ലോകങ്ങൾ രണ്ടാം സ്കന്ധത്തിൽ, മൂന്നാം സ്കന്ധത്തിലാകുമ്പോൾ ഒരു 1412 ശ്ലോകങ്ങൾ,
4-ാം സ്കന്ധം വന്നപ്പോൾ 1445 ശ്ലോകങ്ങൾ, 5-ാം സ്കന്ധത്തിൽ ഒരു 668 സൂക്തങ്ങൾ, 6-ാം സ്കന്ധം വന്നപ്പോൾ 851 ശ്ലോകങ്ങൾ, 7-ാം സ്കന്ധം വന്നപ്പോൾ 750 ശ്ലോകങ്ങൾ, 8-ാം സ്കന്ധം വന്നപ്പോൾ 931 ശ്ലോകങ്ങൾ, 9-ലെ വന്നപ്പോൾ 964 ശ്ലോകങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 3900 ചില്ലാനം ശ്ലോകം. അത്രയും ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കാൻ തുടങ്ങി. അതെന്താ? കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം. 125 വർഷം നീണ്ടു നിൽക്കുകയും വേണം, എല്ലാവരുടെ മനസ്സും തന്നിലേക്കാവണം. അത്ര മനോഹരമായിട്ട് അഭിനയിക്കണം. ഒരു നടൻ വന്ന് അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നാവും 2 ആളുണ്ടെങ്കിൽ കൂടുതൽ. ആ അഭിനയത്തിനൊരു പ്രത്യേകത കൂടുതലുണ്ട്. ഒരു നടൻ വന്ന് അഭിനയിക്കുന്നതും 2 ആൾ വരുന്നതും വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ശക്തിയും കൂടിയും കൂട്ടി ആദിശേഷനെയും കൂടിയും കൂട്ടുക. ബലരാമനോട് കൂടിയാണ് 2 രൂപത്തിൽ 2 തരത്തിലുള്ള ആഭരണങ്ങളും. ഒരാൾ മഞ്ഞപ്പട്ടാണെങ്കിൽ ഒരാൾ നീലപ്പട്ടാണ്, ഒരാളുടെ ശരീരം വെളുത്താണ്, മറ്റാളുടെ കറുത്താണ്. ഇങ്ങനെ എല്ലാം കൊണ്ട് യോജിക്കുന്ന രീതിയിൽ, ഒരു പ്രത്യേക രീതിയിൽ വന്ന അതാണ് യസ്യാനനം മകരകുണ്ടല ചാരുകർണ ഭ്രാജൽ കപോല സുഭഗം സവിലാസഹാസം നിത്യോത്സവന്ന തർബുഹു ദൃശിഭിപ്പിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാഃ കുപിതാ നിമേശാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ അത്യത്ഭുതമായ ലീല ആർക്കും കണ്ടിട്ട് മതിയെന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല, ആ കണ്ണടയണ സമയത്ത് കാണാൻ കഴിഞ്ഞില്ലോ എന്ന് വിചാരിച്ച് അതിന് കാരണമായിട്ടുള്ള നിമിയോട് കോപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത്ര സുന്ദരമാണ്, ചിന്തിക്കാൻ പോലും വിഷമമായിട്ടുള്ളത്. ഇതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ശക്തി അനുസരിച്ച് ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ പറയും ഭഗവാൻ. പിന്നെ 2 ശ്ലോകം കൊണ്ടാണ് സംഗ്രഹിക്കണേ. ജാതോ ഗതാപിതൃഗൃഹാത് പ്രജമേധീതാർത്ഥഃ ഹത്വാരിപുൻ സുതശതാനി കൃതോരുദാരഃ ഉൽപാദ്യതേഷു പുരുഷക്രതുഭിः സമീജേ ആത്മാനമാത്മനിഗമം പ്രഥയൻ ജനേഷു. കംസൻ്റെ കാരാഗൃഹത്തിൽ ജനിക്കുന്നു, ഗോകുലത്തിൽ പോയി വളരുന്നു, വൃന്ദാവനത്തിൽ പ്രവേശിക്കുന്നു, പിന്നെ മധുരയിലായിട്ട് ദ്വാരകയിലായിട്ടൊക്കെ അത്ഭുത ലീലകളാടി. ആരെല്ലാം ഭഗവാനെ ഭജിക്കുന്നവർക്ക് തടസ്സമുണ്ടാക്കുന്ന ദുഷ്ടന്മാരുണ്ടോ? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അവരൊക്കെ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് സജ്ജനങ്ങൾക്കെല്ലാ സദ്ഗതിയും കൊടുത്തുകൊണ്ട് പിന്നെ അനേക യാഗങ്ങളൊക്കെ ചെയ്തു. എല്ലാവർക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഗൃഹസ്ഥാശ്രമമൊക്കെ സ്വീകരിച്ചുകൊണ്ടും എല്ലാ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. സ്വയം ആചരിച്ച് ലോകത്തെ പഠിപ്പിച്ചു, ആചാര്യനായിട്ട് ലോകാചാര്യനായിട്ട് ഇരുന്നു കൊണ്ട്. അങ്ങനെയുള്ള അത്ഭുതലീല. അത് കഴിഞ്ഞ് ഭൂഭാരം തീർക്കാനായിട്ട് പല ദിക്കിലും വെച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചെങ്കിലും അതിൽ പുണ്യമുള്ള ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിലേക്ക് അവിടെ പാർത്ഥസാരഥി രൂപത്തിൽ ദർശനം കൊടുത്ത് എല്ലാവരെയും തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചു. ബ്രഹ്മാദി ദേവന്മാരെ പോലും മോഹിപ്പിച്ചുകൊണ്ട് അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, ഭഗവാന്റെ ഗതി കാണാൻ കഴിഞ്ഞില്ല എന്ന്. തടിൽ സൗദാമിനി യഥാ, ഇടിന് മിന്നൽ പോലെ അവരെല്ലാം നോക്കി നിൽക്കെ പെട്ടെന്ന് തൻ്റെ രൂപം മറച്ചു. അതിനുമുമ്പായിട്ട് പാദത്തിൽ വന്ന് നമസ്കരിച്ച ഉദ്ധവർക്ക് തനിക്കിനി ഉപദേശിക്കാനുള്ള മുഴുവൻ ഭാഗവധർമ്മം മുഴുവൻ ഉപദേശിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് തൻ്റെ രൂപം മറച്ചത് പരീക്ഷിത്തെ എന്ന് പറഞ്ഞാണ് 4-ാം ദിവസം വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ഒരു 3 നാഴിക നേരമുള്ള സമയത്താണ് ഇത്രയും പറഞ്ഞാണല്ലോ ദശമസ്കന്ധത്തിൻ്റെ സമർപ്പണം, നവമസ്കന്ധത്തിൻ്റെ സമർപ്പണം. അത് കേട്ടപ്പോഴാണ് കഥ പറയൽ നിർത്തിയ ശിവബ്രഹ്മർഷി. ഇത്രയും പറഞ്ഞപ്പോൾ കഴിഞ്ഞു, ഒന്നും മിണ്ടാതായി, സമാധിയിൽ ലയിച്ച പോലെ ഭഗവത് സ്മൃതി വന്നുകൊണ്ട്. അപ്പോഴാണ് വീണ്ടും ചോദിക്കുന്നത്, എന്താ ഗുരുനാഥ പറഞ്ഞ് നിർത്തിയത്? ഞങ്ങളിത് കേൾക്കാനല്ലേ ഇരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങ് 7 ദിവസം കൊണ്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസം ഭഗവാൻ തൻ്റെ രൂപം മറച്ചു സ്വധാമഗമനം ചെയ്തു എന്ന് കൂടി പറഞ്ഞാൽ മുഴുവനായിട്ടില്ല പറഞ്ഞത്. ചിലപ്പോൾ പറയാതിരിക്കും, ശ്രദ്ധയില്ലെങ്കിൽ, ശിഷ്യന്മാർക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ പറഞ്ഞിറക്കില്ല ഗുരുക്കന്മാർ. ഞങ്ങൾക്ക് ശ്രദ്ധയില്ല എന്ന് വിചാരിച്ചാണോ ചുരുക്കി പറഞ്ഞത്? വിസ്തരിച്ചെന്നെ പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് 3946 ശ്ലോകങ്ങളുള്ള ദശമസ്കന്ധം 90 അധ്യായങ്ങളിൽ വർണ്ണിക്കാൻ തുടങ്ങുക. ഇത്ര ശ്രദ്ധയുണ്ടെങ്കിൽ ഇവർക്കല്ലേ പറഞ്ഞു കൊടുക്കേണ്ടതെന്നും പറഞ്ഞ്
വർണ്ണിക്കാൻ ആരംഭിക്കുന്നു. അതാണ് ദശമസ്കന്ധം 1-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്യണം. രാജോവാച കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോः രാജ്ഞാഞ്ചോഭയവംശ്യാനാം ചരിതം പരമാദ്ഭുതം യദോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമാം തത്രാംശേനാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസനഃ അവതീര്യ യദോർവംശേ ഭഗവാൻ ഭൂതഭാവനഃ കൃതവാൻ യാനി വിശ്വാത്മാ താനി നോ വദ വിസ്തരാത് നിവൃത്തതരിഷൈരുപഗീയമാനാത് ഭവൗഷധാത് ശ്രോത്രമനോഭിരാമാത് കൗസ്തവശ്ലോകഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഘ്നാത് പിതാമഹാമേ സമരേ മരഞ്ജയൈः ദേവവ്രതാദ്യാതിരഥൈസ്തിമിംഗിലൈः ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാതരൻ വത്സപദം സ്മയൽപ്ലവാः ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിദം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം യുഗോപകുക്ഷിംഗതാത്തചക്രോ മാതുശ്ചമേയ ശരണം ഗതായാः വീര്യാണി തസ്യാഖിലദേഹഭാജാം അന്തർബഹിഃ പൂരുഷകാലരൂപൈः പ്രയച്ഛതോ മൃത്യുമിതാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസ്തനയ പ്രോക്തോ രാമः സംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധാ കുതോ ദേഹാന്തരം വിനാ കസ്മാന്മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാത് പ്രജം ഗതഃ ക്വവാസം ജ്ഞാതിഭിः സാർദ്ധം കൃതവാൻ സാത്വതംപതിഃ വ്രജേ വസൻ കിമകരോൻ മധുപുര്യാം ച കേശവാം ഭ്രാതരം ചാവധിൽക്കംസം മാതുരദ്ധാതദർഹണം ദേഹം മാനുഷമാശ്രിത്യ കതി വർഷാണി വിഷ്ണുഭിः യദുപുര്യാം സഹാവാത്സ്യൽ പത്ന്യക്കത്യഭവൻ പ്രഭോः ഏതദന്യच्च സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധധാനായ വിസ്തൃതം നൈഷാദിദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധത്തെ പിബന്തം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം സൂത ഉവാച ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകിः സ ഭഗവാനഥ വിഷ്ണുരാതം പ്രത്യർച്ച്യ കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭതാം ഭാഗവതപ്രധാനഃ ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധിസ്തവ രാജഋഷിസത്തമാ വാസുദേവകഥായാം തേ യജ്ഞാതാ നൈഷ്ഠികീരതിः വാസുദേവകഥാ പ്രശ്നപുരുഷാം സ്ത്രീൻ പുനാദിः വക്താരം പൃച്ഛകം ശ്രോതൃൻ തത്പാദസലിലം യഥാ ഭൂമിർദൃപ്തനിർവ്യാജദൈത്യാനീകശതായുധൈः ആക്രാന്താ ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ ഗൗർഭൂത്വാശ്രുമുഖീ ഖിന്നാ ക്രന്ദന്തി കരുണം വിഭോ ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വമവോചത ബ്രഹ്മാ തതുപധാര്യാഥ സ ദേവൈസ്തയാ സഹ ജഗാമസത്രിനയനസ്ഥിരം ക്ഷീരപയോനിധേः തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിതഃ ഗിരം സമാധൗ ഗഗനെ സമീരിതാം നിശമ്യ വേദാസ്തദശാനുവാചഃ ഗാം പൗരുഷിം മേ ശൃണുതാമരാः പുനഃ വിധീയതാമാശു തഥൈവ മാചിരം പുരൈവ പുംസാവധൃതോധരാജ്വരോ ഭവദ്ഭിരംശൈര്യതുഷോപജന്യത സവയാവദുർവ്യാഭരം ഈശ്വരേശ്വരഃ സ്വകാലചക്ര്യാ ക്ഷഭയം ശരേദ്ഭുവി വസുദേവഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷപരം ജനിഷ്യത്തെ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ വാസുദേവകലാനന്ദഃ സഹസ്രവദനസ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേः പ്രിയചികീർഷയാ വിഷ്ണോർമായാ ഭഗവതി
യയാ സമ്മോഹിതം ജഗത് ആദിഷ്ടാ പ്രഭുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. ശ്രീശുക ഉവാച ഇത്യാദിശ്യാമരഗണാൻ പ്രജാപതിപതിർവിഭു ആശ്വാസ്യ ച മഹീംഗീർഭിസ്വധാമ പരമം യയൗ. ശൂരസേനോ യദുപതിർമധുരാമാവസൻ പുരീം മാധുരൻ ശൂരസേനാംശ്ച വിഷയൻ ബുഭുജേ പുരാം. രാജധാനി തതസ്സാഭൂത് സർവയാദവഭൂഭുജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരിഃ. തസ്യാന്തകരിഃ ചിച്ഛൗരർ വസുദേവ കൃതോദ്വഹ ദേവക്യാ സൂര്യയാ സാർദ്ധം പ്രയാണേ രഥമാരുഹത. ഉഗ്രസേന സുതഃ കംസഃ സുപ്രിയ ചികീർഷയ രശ്മീൻ ഹയാന